അത് എന്താണ് കരിമലയിലാ ട്രീറ്റ്മെന്റിന് ചേർന്നെ. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന ആ കരിമല ഹോസ്പിറ്റലില്ലേ മറ്റേ ഇത് പോയല്ലേ. കരിമല ഹോസ്പിറ്റലില്ലേ, കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. ആ അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. രേണുസുതിക്ക് ക്യാൻസറാണ്. ഞാനിത് അറിഞ്ഞിട്ട് ഒരാഴ്ചക്ക് മേളിലെങ്ങാണ്ടായി. ഒരാഴ്ച കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഒരാഴ്ചക്ക് മേളിലായി ഇത് അറിഞ്ഞിട്ട്. ബ്രസ്റ്റിലാണ് ക്യാൻസർ. സത്യം പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുതെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. പക്ഷെ രേണുവിന്റെ കാര്യത്തില് രേണു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചെക്ക് ചെയ്ത് അത് അറിയുകയൊക്കെ ചെയ്തു. അറിഞ്ഞിട്ടും വീണ്ടും ഈ പറയുന്ന അപരാധങ്ങളും അതും ഇതുമൊക്കെ തന്നെ കാണിച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. സീരിയസ്ലി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു കേസിൽ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ രേണുവുമായിട്ട് റിലേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു നിന്റെ അവസ്ഥ നിനക്കറിയാം, അത് അറിഞ്ഞു വെച്ചുകൊണ്ടും നീ ഇമാതിരി കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം നേരത്തെ അറിഞ്ഞത് കൊണ്ടാണ്. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരരുതെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ റീസൺ അത്രയും വലിയ കഷ്ടമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം സെക്കൻഡ് സ്റ്റേജ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന യാതനകളും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്ത് രക്ഷപ്പെടാനും സാധിക്കും. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കീമോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദുബായിൽ എങ്ങാണ്ട് വെച്ചിട്ട് ആണിത് സ്ഥിരീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിലിക്കോണിന്റെ പരിപാടി എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു തോന്നുന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ സംഭവം അറിയാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അപ്പോഴും ആലോചിച്ചത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കോപ്പറായ വിഷയം ഉള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അപ്പോഴും ആലോചിച്ചത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കോപ്പറായ വീഡിയോകൾ ഇട്ടുകൊണ്ട് നടക്കാനെന്നാണ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചവിട്ടി തന്നെയാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീനയുടെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി, അതായത് ആ പെൺകുട്ടി അറിഞ്ഞ കാര്യം എന്നോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഷെഫീനയോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി എന്നെ അറിയിക്കുന്നതിനും ഒരാഴ്ച മുന്നേ ഞാൻ ഈ കേസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് ഈ പെൺകുട്ടി 2 ദിവസം ബാക്കാണ് പറഞ്ഞത്. ഞാൻ അതിനും ഒരാഴ്ച ബാക്ക് ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി എന്റെ അടുത്ത് അറിയിച്ചതുപോലെ തന്നെ ഷെഫീനെ അടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഷെഫീനെ അടുത്ത് അറിയിച്ചപ്പോൾ ഷെഫീന പറഞ്ഞു 15 മിനിറ്റിൽ എനിക്ക് അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നു. ഏത് വീഡിയോ ചെയ്യുന്നു നിന്നെ വെച്ചിട്ട്, നീ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യുന്നു ഷെഫീന ആ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഷെഫീന നിങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ പുച്ഛമാണ് വന്നത്. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റിൽ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും തന്നില്ലെങ്കിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ആരാ? അവരറിഞ്ഞ കാര്യം, ജെന്യൂൻ സോഴ്സിൽ നിന്ന് അവരറിഞ്ഞ കാര്യം നിങ്ങളോട് വന്ന് പറഞ്ഞു.